പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ, എക്സൈസ് ഇൻസ്പെക്ടർ, പാലായിലെ പൗരപ്രമുഖർ, നിങ്ങളെയൊക്കെ ഇവിടെ കാണാൻ കഴിഞ്ഞ തന്നെ വലിയ സന്തോഷം. നിങ്ങൾക്കറിയുന്ന പോലെ നമ്മൾ ഓരോ മനുഷ്യൻ ജന്മം എടുക്കുമ്പോൾ അയാൾക്ക് ഓരോ അവതാര ലക്ഷ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ കരുതിയിരുന്നത് ഈ മീഡിയയിൽ ജീവിക്കാൻ വേണ്ടിയുള്ളൊരു അവതാര ലക്ഷ്യമായിരുന്നാണ്. പക്ഷേ ഞാൻ തിരുവനന്തപുരം നിന്ന് ഈ യാത്ര ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ 2-3 ജില്ലകൾ കടന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ടയൊക്കെ എത്തിയപ്പോഴേ എനിക്ക് മനസ്സിലായി കോവിഡ് പോലെയോ അതല്ലെങ്കിൽ നമ്മൾ നേരിട്ട പ്രളയം പോലെയോ വലിയൊരു വിപത്ത് നമ്മളെ വേട്ടയാടി കഴിഞ്ഞു എന്നുള്ളത്. ഞാൻ പൊതുവേ ഈ ആഘോഷത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരാളാണ്. ഞാനും ഡിജോ കാപ്പനുമൊക്കെ കാര്യവട്ടത്തെ കേരള യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ ഒരേ കാലം പഠിച്ചവരാണ്. അന്നൊക്കെ ഡിജോയുടെ തോളിലൊക്കെ കൈയിട്ട് ചില ആഘോഷങ്ങളൊക്കെ നടത്തിയെന്ന് ഒഴിച്ചാൽ വലിയ അപകടം പിടിച്ചൊന്നുമല്ല, പുറത്ത് പറയാവുന്ന ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ജീവിതത്തിൽ ഇങ്ങനെ കൂടുതൽ സമയവും മീഡിയയുടെ പിന്നാലെ ആയിരുന്നു. ഓരോരോ പുതിയ വാർത്തകൾ വരും, അതിൽ നമ്മളങ്ങ് അഭിരമിക്കും, സമയം അങ്ങ് പോവും. ഞാൻ ഈ ഒരു കാര്യം വളരെ ഗൗരവത്തോടെ നിങ്ങളോട് പറയുന്നത്, നമ്മൾ ശരിക്കും ഈ ഒരു യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയുമായി 1 മണിക്കൂറോളം ദൈർഘ്യത്തിൽ ഞാനൊരു ലൈവായിട്ടൊരു അഭിമുഖം നടത്തിയിരുന്നു. ആ അഭിമുഖം നടത്തുമ്പോഴും അദ്ദേഹത്തിനോട് ചില കാര്യങ്ങൾ പറയുമ്പോഴും ഞാൻ വിചാരിച്ചു കേരളത്തിലെ ചില നഗരപ്രദേശങ്ങളിലും ചില ക്യാമ്പസുകളിലും ചില ഗ്രാമപ്രദേശങ്ങളിലുമൊക്കെ മാത്രം പരിമിതപ്പെട്ട് നടക്കുന്നൊരു സംഭവമാണ് ഈ രാസലഹരി എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തോട് കുറച്ച് ലേറ്റായിപ്പോയി, നിശ്ചിതമായ നിലപാടുകൾ എടുക്കേണ്ടേ സർക്കാർ എന്നൊക്കെ ചോദിച്ചു. അദ്ദേഹം കർക്കശമായ നിലപാടെടുക്കുമെന്നും ഇതിൽ കക്ഷി രാഷ്ട്രീയം ഒരു പ്രശ്നമാകില്ലെന്നും പോലീസുകാർക്ക് സ്വതന്ത്രമായി ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാകുമെന്ന് എന്തൊക്കെ അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല അതിൻ്റെ പിന്നാലെ നടപടികളും വന്നു. പല പോലീസ് സ്റ്റേഷനിലേക്കും സർക്കുലർ പോയി, സ്പെഷ്യൽ ബ്രാഞ്ച് സജീവമായി. കൊച്ചി പോലെയുള്ള നഗരങ്ങളിലൊക്കെ വ്യാപകമായ റെയ്ഡുകൾ അരങ്ങേറി, അതൊക്കെ ഉണ്ടായി. കോഴിക്കോടൊക്കെ റെയ്ഡ് പിടിച്ചു. കുറേ ഉറവിടങ്ങളൊക്കെ തേടിയുള്ള അന്വേഷണം മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോലീസ് ടീം പോകുന്നതൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം നേരിട്ട് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഒരു 10% ആളുകളിൽ പോലും ഇത് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ ഇത് ഒരു 300%-ലധികം വർദ്ധിച്ചുവെന്ന് എനിക്കൊരു കണക്ക് നിങ്ങളോട് പറയാൻ കഴിയും. നമ്മുടെ ചില ആൾക്കാർ എന്നോട് ചോദിച്ചു, മദ്യപാനം നല്ലതാണെന്നാണോ 24 പ്രചരിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞതല്ല. നമ്മൾ പ്രശ്നങ്ങളെ നേരിടുമ്പോൾ നമ്മൾ മുൻഗണനാക്രമം എടുക്കണം, പ്രയോറിറ്റി ഫിക്സ് ചെയ്യണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ രാസലഹരി സാധാരണപ്പെട്ട മനുഷ്യൻ്റെ സ്വാസ്ഥ്യം കെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൽ കുടുംബത്തിൽ പിറന്ന, തറവാട്ടിൽ പിറന്ന പിള്ളേരെന്നോ സാധാരണക്കാരൻ്റെ മക്കളെന്നോ ഒരു വ്യത്യാസവും ഞാൻ കാണുന്നില്ല. ചെറിയ കുട്ടികളെപ്പോലും വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതായത് 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെപ്പോലും ഈ മാരക ലഹരിയിലേക്ക് മാടി വിളിക്കാൻ ആളുകൾ ശ്രമിക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പം ഞങ്ങളുടെ കൂടെ ഒരു ഗവേഷണ വിങ് കൂടി യാത്ര ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു പ്രധാന ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് 30 ദിവസം കൊണ്ട് ഈ യാത്ര കാസർഗോഡ് എത്തും. ഒരു 15 ദിവസം കൂടെ കഴിഞ്ഞാൽ ഒരു 45 ദിവസമാകുമ്പോൾ തിരുവനന്തപുരത്ത് തന്നെ പറ്റുമെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഞങ്ങളൊരു പഠന റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. കേരളം ഇക്കാലവും കണ്ട ഏറ്റവും നല്ല പ്രായോഗിക റിപ്പോർട്ടായിരിക്കണം അതെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു CID ഓഫീസർ ചെയ്യുന്ന പണിയാണ് ഇപ്പോൾ ഈ ഗവേഷണ വിങ് ചെയ്യുന്നത്. പ്രിൻസിപ്പൽസിനോടും സ്കൂൾ അഡ്മിനിസ്ട്രേഷനോടും ഒക്കെ നേരിട്ട് സംസാരിക്കുക, നാട്ടുകാരോട് സംസാരിക്കുക. അതുപോലെ കേരളത്തിൽ എവിടെയെങ്കിലും ഒളിവിടങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പറയുക. അതുപോലെ കുട്ടികൾ സ്ഥിരമായി പോകുന്ന പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ ചില രഹസ്യ താവളങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുക. അതുപോലെ ഏതെങ്കിലും ആക്രാന്തം കൊണ്ട് പൈസ ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ച് ഏതെങ്കിലും മുതലാളിമാർ ഇതിൻ്റെ പിന്നാലെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, പൊതുപ്രവർത്തകർ വേഷം കെട്ടി ഇതിനകത്ത് ഭാഗഭാക്കാകുന്നുണ്ടെങ്കിൽ അവരുടെ പേര് വിവരവും ടെലിഫോൺ നമ്പറും ഉൾപ്പെടെ നമ്മൾ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ മുഖം നോക്കില്ല, രാഷ്ട്രീയ പക്ഷപാതങ്ങൾ നമുക്കുണ്ടാകില്ല. ഈ റിപ്പോർട്ടിൽ കോൺഫിഡൻഷ്യലായിട്ടുള്ള ഒരു 50 ഷീറ്റ് കാണും.
ആ 50 ഷീറ്റ് കൈ കിട്ടിയാൽ മുഖ്യമന്ത്രിക്ക് സ്ഥിരീകരിച്ചിട്ട് ഉടൻ തന്നെ നടപടികൾ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കും നമ്മൾ ആ റിപ്പോർട്ട് കൊടുക്കുക. ബാക്കിയുള്ള രഹസ്യ സ്വഭാവമില്ലാത്ത വിവരങ്ങളെല്ലാം നമ്മൾ പരസ്യപ്പെടുത്തുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ഐഡിയ. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഇത്രയും കടുത്തൊരു തീരുമാനം എടുത്തു എന്ന് ചോദിച്ചാൽ, ഈ നാട് കുട്ടിച്ചോറാക്കാൻ പോകുന്ന ആർത്തി മൂത്ത് വട്ടായ കുറേ ആളുകൾ കേരളത്തിലുണ്ട്. നമ്മളെപ്പോഴും പറയുമ്പോൾ ഇത് അന്തർദേശീയ മാഫിയ ശൃംഖലയാണ് ഇതൊക്കെ കേരളത്തിലേക്ക് ഒഴുക്കിവിടുന്നത്. കർണാടക സംസ്ഥാനം ബാംഗ്ലൂർ പോലെയുള്ള പട്ടണത്തിൽ നിന്ന് ഒരുപാട് ഈ രാസലഹരി കേരളത്തിലേക്ക് ഒഴുകുന്നുണ്ട്. ഈ അടുത്തിടെ നമ്മുടെ ബാംഗ്ലൂർ റിപ്പോർട്ടർ ഈ ബാംഗ്ലൂർ സിറ്റി പോലീസ് കമ്മീഷണറെ ഒരു കാര്യത്തിനായിട്ട് കണ്ടപ്പോൾ കുറേ മോഷ്ടാക്കളെയും ഒക്കെ അന്വേഷിച്ച് പോയതാണ് നമ്മുടെ റിപ്പോർട്ടർ. അന്വേഷിച്ച് പോയപ്പോൾ അങ്ങേര് നമുക്കൊരു സർട്ടിഫിക്കറ്റ് തന്നു. ബാംഗ്ലൂരിലെ കമ്മീഷണർ കന്നഡക്കാരനാണ്, കർണാടക സ്വദേശിയാണ്. അയാൾ പറഞ്ഞു, കേരളത്തിലെ ആൾക്കാർ നല്ല ആളുകളാണ് കേട്ടോ. ഈ 10 പേരെ പിടിക്കുമ്പോൾ 8 പേര് മലയാളികളാണ്. അതുകൊണ്ട് മലയാളികൾക്ക് സന്തോഷം പകരുന്നൊരു പ്രഖ്യാപനം പുള്ളി നമ്മുടെ റിപ്പോർട്ടർ നടത്തി. അവിടെ കേരളീയർക്ക് വേണ്ടി മാത്രം ഒരു ജയിൽ തുറക്കാൻ പോകുമെന്ന് പറഞ്ഞു. അവിടെ മലയാളികളെ മാത്രമേ പ്രവേശിപ്പിക്കൂ. ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ കിടക്കണമെന്നാണ് പറയുന്നത്. കാര്യം സർവ്വ കൊള്ളരുതായ്മയ്ക്കും മലയാളികളുണ്ട് അവിടെ. നഴ്സിങ്ങിനൊക്കെ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളൊക്കെ തന്നെ കമ്മീഷണറുടെ വാക്കുകളെ വിശ്വസിക്കാമെങ്കിൽ ഞെട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ കാഴ്ചവെക്കുന്നത്. വളരെ ബുദ്ധിമുട്ടി അധ്വാനിച്ച് ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ആൾക്കാർ ജീവിതത്തിൽ അവൾ നഴ്സായാൽ വയസ്സാം കാലത്ത് എന്തെങ്കിലും ഒരു ആശ്വാസം തനിക്ക് കിട്ടുമെന്നൊരു ഒറ്റ വിശ്വാസത്തിൽ ഈ കുട്ടികളെ പഠിക്കാൻ അയച്ചിരിക്കുക. പക്ഷേ അവിടെ ചെന്ന് ഈ കുട്ടികൾക്ക് രാപകൽ ഭേദമന്യേ അവർ ചെയ്യുന്നതൊക്കെ നമുക്ക് പുറത്തു പറയാൻ പറ്റത്തില്ല. എല്ലാ കുട്ടികളും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. ഏതെങ്കിലും കുട്ടികളെ പഠിക്കാൻ അയച്ച അമ്മയും അച്ഛനും ബോധം കെട്ട് വീണിട്ടും കാര്യമില്ല. ചില യാഥാർത്ഥ്യങ്ങളാണത്. ഞാൻ നമ്മുടെ ഗവേഷണ വിഭാഗം ഈ MDMA കുറിച്ചൊക്കെ ചില അന്വേഷണം നടത്തിയിട്ട് എന്നോട് പറയുകയായിരുന്നു, ഇപ്പോൾ കോളേജുകളിലൊക്കെ ഇതിൻ്റെ പേര് മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് എക്സസി എന്നതിൻ്റെ പേര്. മലയാളത്തിൽ പറഞ്ഞാൽ ഹർഷോന്മാദം എന്ന് പറയും. സാധാരണ സന്തോഷം അല്ലത്, അത് ഉന്മാദാവസ്ഥയിലുള്ള ഒരു സന്തോഷമാണ്. അതിൻ്റെ പേരിപ്പോൾ അങ്ങനെ പോലും എക്സസി എന്നാണ് ഈ സാധനത്തിന് സ്കൂളിലെയും കോളേജിലെയും പിള്ളേർ പേരിട്ടിരിക്കുന്നത്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, എന്താണ് ഈ രാസലഹരി, ഈ MDMA? അത് കഴിച്ചാൽ ഒരു മനുഷ്യനുണ്ടാകുന്ന മാറ്റം എന്താണ്? വെറും മദ്യം പോലെയല്ല. കുടിച്ച് ബോധം കെട്ട് പോയാലും നമുക്ക് തലവഴിയെ കുറേ വെള്ളമൊക്കെ എടുത്തൊഴിച്ച് നമ്മുടെ മോരും വെള്ളമൊക്കെ കുടിപ്പിച്ച് കഴിഞ്ഞാൽ ചില മദ്യപന്മാർ നേരെ എണീറ്റ് വരുന്നുണ്ടല്ലേ. ഇതങ്ങനെ എണീറ്റ് വരത്തില്ല. ഈ അടുത്ത കാലത്ത് ചില ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയിട്ട് ചില ഇങ്ങനെയുള്ള കുട്ടികളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. നിങ്ങൾ പേടിച്ചു പോവും അവരെ കണ്ടു കഴിഞ്ഞാൽ. എല്ലും കോലുമായി ഈ നമ്മുടെ വയസ്സാം കാലത്ത് ആൾക്കാർ ഭക്ഷണമൊന്നും കഴിക്കാതെ കോലം കെട്ട് പോവില്ലേ, അതുപോലെ കോലം കെട്ട് കണ്ണൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാണാം. നമ്മളെ കാണുമ്പോൾ പേടിക്കും. നമ്മുടെ കണ്ണുകൾ നോക്കി സംസാരിക്കില്ല. നമ്മൾ അങ്ങോട്ട് നോക്കിയാൽ അവർ കണ്ണെടുക്കും. അപ്പോൾ മാത്രമല്ല എന്തോ ഒരു പരിഭ്രാന്തി, വല്ലാത്ത ഹാലുസിനേഷൻസ്, ഭ്രമാത്മക ചിന്തകൾ, പരിഭ്രാന്തി, വിചിത്രമായ സ്വഭാവ രീതി. നമ്മളൊരു മനോരോഗിയെ കാണുമ്പോൾ ഈ കടുത്ത മനോരോഗമുള്ള ഒരാൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രകടിപ്പിക്കുമോ അതിൻ്റെ 100 ഇരട്ടി കാര്യങ്ങൾ വിചിത്രമായി പെരുമാറ്റത്തിലൂടെ ഇവർ പ്രകടിപ്പിച്ചെന്ന് വരും. നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദൈന്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അയാൾ ചെയ്യുന്നത് അയാൾ അറിയാതെ പോകുന്നതാണ്. ഒരു മനോരോഗിക്ക് അങ്ങനെയാണ്. മനസ്സും തലച്ചോറും തമ്മിലുള്ള വൈദ്യുത ബന്ധം തകർന്നു പോകും. ആ കണക്ഷൻ തകർന്നു പോകുന്നതോടെ അവൻ എന്ത് ചെയ്യുന്നു എന്ന് അവൻ അറിയില്ല. ഇതേ ഒരു അവസ്ഥയാണ് ഈ MDMA കഴിച്ചാൽ. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, പെൺകുട്ടികളൊക്കെ തന്നെ നമ്മൾക്ക് പുറത്ത് പറയാൻ പറ്റാത്ത സ്ഥലത്തേക്ക് ഇത് കയറ്റി വയ്ക്കുന്നുണ്ട്. പെട്ടെന്ന് ശരീരത്തിലേക്ക് ഈ ലഹരി കയറാൻ വേണ്ടി. നമ്മുടെ പിള്ളേരൊക്കെ എത്ര വളർന്നു പോയി നമ്മൾ ആലോചിക്കും. നമ്മുടെ ഈ നെയ്യാറ്റിൻകരയ്ക്കടുത്ത് പാറശാല എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളൊരു ഇതുപോലെ ഈ യാത്രയുടെ ഭാഗമായിട്ട് പോയപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുകയായിരുന്നു, ഞങ്ങളുടെ പള്ളിക്കൂടം വരാന്തയിലെല്ലാം കൂളെന്ന് പറഞ്ഞൊരു മിഠായി വിറ്റുകൊണ്ടിരിക്കുക. ആ കൂൾ മിഠായിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് ലഹരി കയറ്റിയിട്ടുണ്ട്. ചെറിയൊരു സാമ്പിൾ വെടിക്കെട്ട്. അപ്പോൾ ഈ ലഹരി കയറ്റിയ കൂൾ മിഠായി ഈ പാറശാലയുടെ മാത്രം പ്രതിഭാസമാണ് ഞാൻ വിചാരിച്ച്. സ്കൂൾ വരാന്തേ ചില ചേട്ടന്മാർ നിൽക്കും, ചില അമ്മാവന്മാർ നിന്നിട്ട് ഇവർ മാടി വിളിക്കും കുട്ടികളെ. സ്നേഹത്തോടെ പറയും, ഒരു മിഠായി എന്നാൽ മോൾ കഴിക്കുമോ, മോൻ കഴിക്കുമോ എന്ന് ചോദിക്കും. കുട്ടികളല്ലേ, അവരെ വാങ്ങിച്ച് കഴിക്കും. 3-4 ദിവസം ആകുമ്പോൾ കുട്ടികൾക്ക് ഇത് അഡിക്ഷൻ ആവും. ഒരു 5-6 ദിവസം ആകുമ്പോൾ ഈ ലഹരിയുടെ സാമ്പിളൊന്ന് കൂട്ടും, അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടും. അത് കഴിയുമ്പോൾ ഈ കുട്ടികൾ ഇത് അന്വേഷിച്ച് ചെല്ലും, ഈ സാധനം ഈ മിഠായി ഇവിടെ കിട്ടുമെന്ന്. പത്തനംതിട്ടയെ വെച്ച് ഞാൻ ഞെട്ടിപ്പോയി. അവിടുത്തെ ഒരു കോളേജിലെ അധ്യാപകൻ എന്നോട് പറഞ്ഞു, ഈ വരാന്തയിലും കൂൾ മിഠായി ഉണ്ടെന്ന് പറഞ്ഞു. കോട്ടയത്ത് വന്നപ്പോൾ അവിടെയുണ്ട് കൂൾ മിഠായി. അപ്പോൾ ഇതിൻ്റെ മോഡസ് ഓപ്പറാൻഡി ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ ക്ലാസ് മുറികളിലുമൊക്കെ തന്നെ ഞാൻ ഏറ്റവും ഭയപ്പെടുന്ന കാര്യം എന്താണെന്നറിയോ? കർണാടകത്തിലും ആന്ധ്രയിലും ഗുജറാത്തിലും ജാർഖണ്ഡിലും ഒക്കെ ഇരുന്ന്
ഈ ഈ രാസലഹരിയുടെ വിൽപ്പനയെ നിയന്ത്രിക്കുന്ന ആളുകളുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടുത്തെ മലയാളികൾ തന്നെയാണ് ഇത് പോയി വാങ്ങി കേരളത്തിലേക്ക് ഇത് കടത്തിക്കൊണ്ടുവരുന്നത്. നമ്മുടെ കുരുന്നുകളെ ചുട്ടരിക്കാനും നമ്മുടെ കുരുന്നുകളുടെ ഭാവി അപ്പാടെ തകർത്തെറിയാനും കാരണക്കാരാകുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ജീവിക്കുന്ന മലയാളി എന്ന് ഇൻവെർട്ടർ കോമിൽ പേരിട്ട് വിളിക്കുന്ന നമ്മുടെ ആളുകൾ തന്നെയാണ്. എന്തൊരു നാണം കെട്ട രീതിയാണെന്ന് ആലോചിച്ച് നോക്കുക. ആർത്തി മൂത്ത് എങ്ങനെ ഈ പണം ഉണ്ടാക്കി, നാണം വിറ്റും പണം ഉണ്ടാക്കിയതിൽ നാണക്കേട പണം തീർത്തുകൊള്ളും എന്ന് കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവർ പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഞങ്ങളുടെ പാവപ്പെട്ട കുട്ടികളെ നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. നമുക്ക് വലിയ സങ്കടകരമായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നിപ്പോൾ അമ്മമാർക്ക് സ്വസ്ഥമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ വയ്യ. ഈ MDMAക്ക് അഡിക്റ്റായി പോയ ഒരു ചെറുപ്പക്കാരൻ വീട്ടിൻ്റെ പുറത്തേക്ക് പോയിട്ട് രാത്രി തിരിച്ചു വന്ന് ബെല്ലിൽ വിരലമർത്തുമ്പോൾ ആ ബെല്ല് കേട്ടുമ്പോൾ അമ്മയുടെ നെഞ്ചിലൊരാളലാണ്. കൊലക്കത്തിയുമായിട്ട് ചിലപ്പോൾ അവൻ വന്നു കയറിയല്ലെന്ന് ആരറിഞ്ഞു? നിങ്ങളീ അടുത്ത സമയത്ത് കണ്ടില്ലേ? അതായത് ഒരു കിടപ്പ് രോഗിയായ അമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു മകൻ MDMAയുടെ പിൻബലത്തിൽ. 2 മാസം കൊണ്ട് 70 കൊലപാതകം എന്ന് പറഞ്ഞില്ലേ ഇവിടെ ഒരു കണക്ക്? 70 കൊലപാതകത്തിൽ 30 കൊലപാതകത്തിൻ്റെ കാര്യവും പോലീസ് കണക്ക് പുറത്തു വിട്ടിട്ടുണ്ട്. MDMA ആണ്. കാരണം സാധാരണ ഒരു വസ്തുവല്ലത്. MDMA കഴിച്ച് ശീലിച്ചാൽ അവൻ്റെ ആയുസിൻ്റെ ബലം മിക്കവാറും ഒരു 7-നും 12 കൊല്ലത്തിനും ഇടയ്ക്കായിരിക്കും. ലോകാരോഗ്യ സംഘടന പറയുന്നു 90-95 കൊല്ലം വരെയൊക്കെ ഇപ്പോൾ ആൾക്കാർ ജീവിച്ചിരിക്കുമെന്ന്. 55ഒക്കെ ആകുമ്പോൾ ചെറുപ്പം എന്നാണ് അവർ പറയുന്നത്. ആ പറയുന്ന കാലത്താണ് നമ്മുടെ ആളുകൾ 7 കൊല്ലം കൊണ്ട് ചത്തുപോകുമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ മണ്ണിൽ ജീവിക്കാൻ ഇത്രയും നല്ല മനുഷ്യരുമായി സംവദിച്ച് അവരോട് സ്നേഹത്തിൻ്റെ വായ്പകളൊക്കെ പകർന്ന് വളരെ വികാരത്തോടെ നമുക്ക് ജീവിച്ച് നമുക്കങ്ങനെ ഒഴുകിപ്പോകാൻ പറ്റുന്ന നല്ലൊരു ജീവിതം കൺമുന്നിലുള്ളപ്പോൾ അകാലത്തിലെ ഈ വേണ്ടാത്തൊരു സാധനം കഴിച്ച് ആ ജീവിതം തകർത്ത് കളയുന്ന ഒരു ഏടാക്കി മാറ്റുകയാണ് നമ്മുടെ ആളുകളിൽ പലരും. നമ്മളൊക്കെ പണ്ട് സ്പോർട്സിലേക്കൊക്കെ ആളുകളെ ആകർഷിക്കുമ്പോൾ ക്യാച്ച് ദം യങ് എന്ന് പറയാറുണ്ടായിരുന്നു. വളരെ കുട്ടിയായിരിക്കുമ്പോഴേ പിടിക്കുക. ഈ രാസലഹരി വിറ്റഴിക്കുന്ന ആളുകളും അതുതന്നെയാണ് ചെയ്യുന്നത്. ഞാൻ എറണാകുളത്ത് വെച്ചൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടിരുന്നു. ആ കുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കാരിയറായി എന്ന് മാത്രമല്ല, ആ കുട്ടിയെ ഒരുപാട് ആൾക്കാരെ കൊണ്ടുവരുന്നത് ഉപയോഗിച്ചു എന്ന് പറയുന്നു. എന്നാൽ ആ കുട്ടിക്ക് മനോരോഗമാണെന്ന് ആ കുട്ടിയുടെ പിതാവ് പറയുന്നു. എവിടെയാണ് യാഥാർത്ഥ്യമെന്ന് നമുക്ക് അറിയില്ല. നമ്മളെ മാത്രമല്ല, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, നമ്മുടെ നാട്ടിൽ ഒരു കാലത്തും ഇല്ലാത്തതുപോലെ പെൺകുട്ടികൾ ഇതിന് അഡിക്റ്റ് ആകുന്നു. അപ്പോൾ ഈ പെൺകുട്ടികൾ അഡിക്റ്റ് ആകുമെന്ന് പറഞ്ഞാൽ വളരെ അപകടം പിടിച്ചൊരവസ്ഥയാണത്. എറണാകുളം നഗരത്തിലൊക്കെ നിങ്ങൾ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ രാത്രിയിലും പകൽ അവിടെ ഈ ടെക്നോ പാർക്കൊക്കെ ഉള്ളത് കൊണ്ട് അമേരിക്കൻ സമയത്തൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് IT പ്രൊഫഷണൽസ് ഉണ്ട്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവർ പാതിരായ്ക്കൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് പൊതുരംഗത്ത് പുകവലിക്കുന്നൊക്കെ തടഞ്ഞിട്ടുള്ളൊരു സംസ്ഥാനമായത്. അവർ വലിച്ചിങ്ങനെ നടക്കുന്ന കാണുമ്പോൾ നമ്മൾ കേരളം മാറിപ്പോയി. അപ്പോൾ നമുക്കെന്തോ ഒരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ ഈ ടെലിവിഷനിലൂടെയാണ് അമേരിക്കയെ കാണുന്ന ഭൂരിപക്ഷം ആളുകളും. അമേരിക്കയിലൊക്കെ ആൾക്കാർ ഇങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. അവിടെ കുടിച്ച് കൂത്താടി നടക്കുന്നവരെ റോഡിൽ കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അമേരിക്കയിലെ ആളുകളൊക്കെ വീട് വയ്ക്കും മതിൽ കെട്ടാറില്ല. മതിലില്ലാത്ത ജിജോക്കെ അമേരിക്ക പോയിട്ടുണ്ടാവുമല്ലോ. അവിടുത്തെ വീടുകൾക്കൊന്നും മതിലില്ല. അവിടെ മനസ്സിനും മതിലില്ല. നമ്മൾ മനസ്സിലും മതിൽ കെട്ടി, അല്ലാത്തടത്തും മതിൽ കെട്ടി. മാത്രമല്ല, കുടിക്കുവാണെങ്കിൽ കുടുംബം തകർക്കുന്ന രീതിയിലുള്ള കുടിയാണ് കേരളത്തിൽ. ഒരു രക്ഷയില്ല. എനിക്കൊന്ന് കേരളത്തിൽ ഇപ്പോൾ കരുനാഗപ്പള്ളിയാണോ ചാലക്കുടിയാണോ 1ാം സമ്മാനം നേടുക എന്ന് പറയുന്ന മത്സരം നടന്നുകൊണ്ടിരിക്കുക. എല്ലാ സ്ഥലത്തും ബാറായി. ഞാനിതെന്താ നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ, ലോകത്ത് ഏറ്റവും നല്ല നന്മയുള്ള ഒരാൾ തീരെ മദ്യപിക്കാത്ത ഒരാളാണെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല. നമുക്ക് കാലാവസ്ഥ അനുസരിച്ച് ഇപ്പോൾ കാശ്മീരിലും ലേയും ലഡാക്കിലുമൊക്കെ ജോലി ചെയ്യുന്ന പട്ടാളക്കാരും അങ്ങനെയുള്ള ആളുകളൊക്കെ തണുപ്പകറ്റാൻ വേണ്ടി ചിലപ്പോൾ അവർ സിപ്പ് ചെയ്തെന്നിരിക്കും. വിദേശ നാടുകളിലൊക്കെ ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ -28-32 തണുപ്പുള്ള സ്ഥലത്തൊക്കെ തന്നെ അവർ ചിലപ്പം ലേശം മദ്യവെച്ചെന്ന് വരും. അതല്ല പ്രശ്നം. ഈ മദ്യവും ഈ രാസലഹരിയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ രാസലഹരി നിരന്തരമായി കഴിക്കുന്ന ആൾ ഒരു 5-6 തവണ അയാൾ ഇതിന് അഡിക്റ്റായി കഴിച്ചു തുടങ്ങിയാൽ പിന്നെ അയാളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ഭയങ്കര പ്രയാസമാണ്. നിങ്ങളിപ്പോൾ ഇതിൻ്റെ ഉറവിടങ്ങളിലേക്ക് പോലീസിനെ അയച്ചു എന്ന് വെച്ചു. കർണാടകം അല്ലെങ്കിൽ ജാർഖണ്ഡ് ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് ആളുകളെ അയച്ചാൽ നമ്മുടെ പോലീസ് സംഘത്തിന് ഇവരെ പിടിച്ചുകൊണ്ടുവരുന്നത് അത്ര എളുപ്പമല്ല. അവിടുത്തെ ഏറ്റവും വലിയ അധോലോക നായകന്മാരാണ് ഇതിൻ്റെയൊക്കെ നേതാക്കന്മാർ. അവരെ പോയി പിടിക്കാൻ പോയാൽ ഇവൻ്റെ പോലീസുകാരൻ്റെ കഴുത്തെ തല കാണില്ല. മാത്രമല്ല, അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെ ഒരുത്തനെ പിടിക്കാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ പോലീസുകാർ അപ്പം തന്നെ വിളിച്ചു പറയും, നിന്നെ കൊണ്ടുപോകാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്, കേരളത്തിൽ നിന്ന് സ്ഥലം വിട്ടോളാൻ പറയും. അപ്പോൾ തന്നെ ഒരു സ്ഥലം വിടും. നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞോളൂ, നമ്മുടെ കേരളത്തിൽ ശാസ്താംകോട്ട DB കോളേജിൻ്റെ വരാന്തയിൽ
മനോഹരമായൊരു ദൃശ്യം ഞങ്ങളെയൊക്കെ ആകർഷിച്ചു. അവിടെ ഒരു മുളങ്കാട് കണ്ടു. മുളങ്കാട് നല്ല സൂപ്പർ മുളങ്കാടാണ് കേട്ടോ. നമ്മുടെ എങ്ങോട്ട് മുളങ്കാട്ടിലേക്ക് ക്യാമറ വെച്ചാലും നല്ല മനോഹരമായ ലാവണ്യം ഒഴുകുന്ന ഫ്രെയിം കിട്ടുമെന്ന് വിചാരിച്ച് ഞങ്ങൾ അതിൻ്റെ അകത്തോട്ടൊന്ന് കയറിപ്പോയി. അപ്പോഴാണ് പിന്നെ നിന്നൊരാൾ പറയുന്നു, ഈ മുളങ്കാട്ടിലാണ് MDMA ഉപയോഗിക്കുന്ന ആൾക്കാർ വരുന്നതെന്ന്. രാവിലെ 9 മണിക്ക് വരും, രാത്രി 8 മണി വരെ. ആൺകുട്ടികളും പെൺകുട്ടികളും വ്യത്യാസമില്ലാതെ അവിടെ തന്നെ ഉണ്ട്. ശാസ്താംകോട്ട കോളേജിലെ കുട്ടികൾ അതിൽ കുറവാണെന്നാണ് പറയുന്നത്. വെളിയിലുള്ള സ്കൂളിൽ നിന്നുള്ള കുട്ടികളും മുതിർന്ന ആൾക്കാരും വരികയാണ്. അപ്പോൾ അവിടെ എക്സൈസിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കൺമുന്നിലല്ലേ ഇത് നടക്കുന്നത്, എന്നിട്ട് നിങ്ങളൊന്നും ചെയ്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിരപരാധി ആ മനുഷ്യൻ എന്നോട് പറയുകയാണ്, ഈ മുളങ്കാടിൻ്റെ തൊട്ടടുത്താണ്, ഇപ്പോൾ ഇതുപോലെ തൊട്ടടുത്താണ് ശാസ്താംകോട്ട കായൽ, ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഈ കുട്ടികളെടുത്ത് ഈ തടാകത്തിൽ ചാടി കുട്ടിക്ക് എന്തെങ്കിലും പറ്റിപ്പോയി എൻ്റെ തൊപ്പിയും പോയി എൻ്റെ ജീവിതം പോകത്തില്ല എന്നാണ് ചോദിക്കുന്നത്. ഇത് പോലീസുകാരോട് സംസാരിച്ചപ്പോൾ അവരും ഇത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഏതോ ഒരു കുട്ടി നേരത്തെ കണ്ട് എടുത്ത് ചാടി എന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞ ഉദാഹരണം മറ്റൊന്നാണ്. ഞാൻ 1-2 സ്ഥലത്ത് അത് പറഞ്ഞു. അതായത് കാർഗിൽ യുദ്ധം ഉണ്ടായത് നമുക്ക് ഓർമ്മയുണ്ട്. പാകിസ്ഥാനൊരു മലയുടെ മുടിയിൽ കയറി മലമണ്ടയിൽ കയറി നിന്നുകൊണ്ട് നമ്മളെ താഴോട്ട് വെടിവെക്കുക. നമ്മൾ താഴെ നിന്ന് മേലോട്ട് കയറി ചെല്ലുമ്പോൾ ഓരോരുത്തരെ വെടിവെച്ചിട്ടു പാകിസ്ഥാൻ എന്ന് കരുതി മേളി പാകിസ്ഥാൻ വെടിയും കൊണ്ടിരിപ്പുണ്ട്. നമ്മുടെ ജീവൻ പോകുമെന്ന് വിചാരിച്ചിട്ട് കാർഗിൽ തിരിച്ചു പിടിക്കാതിരിക്കാൻ പറ്റുമോ നമുക്ക്? നമ്മളതുകൊണ്ട് കയറിപ്പോയി. ഏറ്റവും കൂടുതൽ ഓഫീസേഴ്സ് നഷ്ടമായ ഒരു യുദ്ധമായിരുന്നു കാർഗിൽ, നിങ്ങൾക്ക് അറിയാം. അവിടെ അവസാനം ഇന്ത്യൻ എയർഫോഴ്സ് കാർപ്പറ്റ് ബോംബിംഗ് നടത്തുകയും ഈ അവരുടെ ഫുഡ് സപ്ലൈ മുഴുവൻ നമ്മുടെ നേവി കട്ട് ചെയ്യുകയും ചെയ്തിട്ടാണ് പാകിസ്ഥാനെ നമ്മൾ മര്യാദ പഠിപ്പിച്ച് കാർഗിൽ മോചിപ്പിച്ചെടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു സമൂഹ നന്മയെ കരുതി ഒരു തീരുമാനം നിങ്ങൾ എടുക്കുമ്പോൾ അതിൽ അത്യാഹിതങ്ങളുണ്ടാകും. ഇപ്പം എന്നെപ്പോലെ ഒരു 4 പേരെ, ഒരു മാധ്യമപ്രവർത്തകരെ ഒരിടത്ത് 4 ഭീകരവാദികൾ പിടിച്ചു വെച്ചിരിക്കുകയെന്ന് വെച്ചു. അവിടെ ഒരു അറ്റാക്ക് നടത്താതെ എന്നെ എങ്ങനെ മോചിപ്പിക്കും? അപ്പോൾ അതിൽ കാഷ്വാലിറ്റി ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അപ്പം ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ ഭയക്കരുത്, നിങ്ങൾക്ക് നിയമവാഴ്ച ഉറപ്പ് വരുത്താൻ ഇതുണ്ട്. അപ്പോൾ ഈ ശാസ്താംകോട്ട കോളേജും കഴിഞ്ഞിട്ട് നമ്മളവിടെ കുട്ടികളോടൊക്കെ പറഞ്ഞു, നിങ്ങളൊക്കെ പലപ്പോഴും പല ആൾക്കാരും ആവശ്യപ്പെടാറുണ്ട് ഈ രാഷ്ട്രീയ കക്ഷികളും രാഷ്ട്രീയ പ്രവർത്തനവും ക്യാമ്പസുകൾ നിരോധിക്കണമെന്ന്. ഒരിക്കലും ശരിയല്ലെന്നാണ് ഞാൻ പറയുന്നത്. ക്യാമ്പസുകളിൽ കുട്ടികളുടെ സംഘടന ഉത്തരവാദിത്തോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരാൾക്ക് പോലും ഈ ക്യാമ്പസിൽ ഇങ്ങനെയുള്ള വിഷമാലിന്യങ്ങൾ തൂക്കാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രശ്നം പറ്റിയത്, ഈ സംഘടനകളിൽ ബന്ധമുള്ള ആളുകൾ തന്നെ ഇതിൻ്റെ കച്ചവടക്കാരായി മാറി. കളമശ്ശേരി പോളിടെക്നിക്കൽ കോളേജിൽ നിങ്ങൾ അന്വേഷിക്കുക, വിദ്യാർത്ഥി സംഘങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി അതിലുണ്ട്. ഞാനൊരു സംഘടനയെ കുറ്റം പറയാൻ ആളല്ല, കാര്യം സംഘടനയ്ക്കൊന്നും അതിനകത്ത് ഉത്തരവാദിത്തമില്ല. ആ വാട്സപ്പിൽ ആ കുട്ടി പോലീസ് പിടിച്ചെടുത്തപ്പോൾ ആ വാട്സപ്പിൽ കളമശ്ശേരിയിൽ 250 ഗ്രാം, കളമശ്ശേരി ഈസ്റ്റിൽ 350 ഗ്രാം കണക്കെഴുതി വെച്ചിരിക്കുകയാണ്. അവൻ കച്ചവടക്കാരനാണ്. അവിടുത്തെ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവ് കച്ചവടക്കാരനാണ്. ഈ കേരളത്തിലെ പല കോളേജുകളിലും ഇപ്പോഴും പോലീസ് കയറാൻ മറയ്ക്കുന്ന ചില കോളേജ് ക്യാമ്പസുകൾ കേരളത്തിലുണ്ട്. ആ ക്യാമ്പസിലൊക്കെ പോലീസ് ധൈര്യസമേതം കടന്നു ചെല്ലണം. ഒരു പ്രിൻസിപ്പലിൻ്റെ അനുമതിക്കായിട്ട് കാത്തു നിൽക്കരുത്. കാര്യം കേരളം കഴുത്തറ്റം മുങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾ മനുഷ്യാവകാശത്തെക്കുറിച്ച് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങൾ ഇനിയും ഈ കോളേജ് ക്യാമ്പസുകളിൽ കുട്ടികൾ MDMA ഉപയോഗിക്കുവാനും ആ ക്യാമ്പസിലേക്ക് കടന്നു ചെന്നാൽ എൻ്റെ തൊപ്പി തെറിച്ചു പോകുമെന്ന് ഒരു പോലീസ് ഓഫീസർ കരുതുകയാണെങ്കിൽ ആ പോലീസ് ഓഫീസർ ഈ പണിക്ക് കൊള്ളാത്തവനെന്ന് ഞാൻ പറയും. കാരണം സംസ്ഥാന മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു കക്ഷി രാഷ്ട്രീയക്കാരനും ഇക്കാര്യത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഇടപെടാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, അങ്ങിത് ആത്മാർത്ഥതയോടെ പറയുകയാണോ എന്ന് ചോദിച്ചു. അത് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു. മാത്രവുമല്ല, നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ട് മെറിറ്റ് അടിസ്ഥാനത്തിൽ പരിഗണിച്ച് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വിശ്വസിക്കുന്നു. മാത്രവുമല്ല, കേരളത്തിലെ പോലീസ് സംവിധാനത്തിനും എക്സൈസ് സംവിധാനത്തിനും അദ്ദേഹം നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ്. ഒരു ലൈസൻസ് പോലെ ഇപ്പോൾ അവർക്ക് പ്രവർത്തിക്കാം. ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ഇതൊക്കെ, സ്റ്റേറ്റിൻ്റെ മെഷീനറികളാണ്. ഇതൊക്കെ അനുസരിച്ച് പ്രവർത്തിച്ച് കേരളത്തിലെ ചില കോളേജുകളിൽ, ചില പൊന്നാപുരം കോട്ട പോലെ കിടക്കുന്ന ചില കോളേജുകളിലേക്ക് ധൈര്യസമേതം നമ്മുടെ പോലീസ് കടന്നു വരണം. അവരൊരാളോടും അനുമതി ചോദിക്കരുത്. ഞാൻ പറയുന്നത്, അവരിട്ടിരിക്കുന്ന യൂണിഫോമിനോടും അണിയുന്ന തൊപ്പിയോടും അവർക്ക് ആദരവുണ്ടെങ്കിൽ അവർ ഈ ക്യാമ്പസിലേക്ക് കയറി ചെല്ലണം. കാരണം ഈ ക്യാമ്പസുകളാണ് പല സ്ഥലങ്ങളിലും കുട്ടികൾക്ക് അപകടം ഉണ്ടാക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഈ ശാസ്താംകോട്ട കോളേജിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അവിടുത്തെ ഈ മുളങ്കാട്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഒരാൾ എന്നോട് പറയുമായിരുന്നു, അന്ന് രാവിലെ വാട്സപ്പിൽ ഒരു സന്ദേശം പോയി. ഇതെല്ലാം വാട്സപ്പ് വഴിയാണ് ഭരണം. വാട്സപ്പിൽ സന്ദേശം പോയത് SKN ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന് മുളങ്കാട്ടിലേക്ക് പോകണ്ടെന്ന്. അവരെല്ലാം അവിടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വേറൊരു കോളേജിൽ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ എന്നോട് പറയുക, ഏറ്റവും ദൂരെ നിൽക്കുന്ന ആ 17 പേരും MDMA-കാരാണ്.
അവർ ദൂരെ നിന്ന് പ്രസംഗം കേട്ടോണ്ടിരിക്കുക. ഞാൻ ഈ MDMA കുറിച്ച് പറയുമ്പോൾ എൻ്റെ പുച്ഛത്തോടെ എൻ്റെ മുഖത്ത് നോക്കി നിൽക്കുക അവർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതുവെല്ലാം കേരളത്തിൽ നമ്മൾ സ്വപ്നം കണ്ട കാര്യങ്ങളാണോ? എനിക്കൊന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. സംഘടിത ബലം കൊണ്ട്, സംഘശക്തി കൊണ്ട് നമ്മൾ കോവിഡിനെ നേരിട്ട ആൾക്കാരാണ്, പ്രളയത്തെ നേരിട്ട ആൾക്കാരാണ്. കേരളത്തിൽ ഇപ്പോൾ ഒരു അസാധാരണ സാഹചര്യമുണ്ട്. അതായത് അമ്മമാർക്ക് വീട്ടിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഏത് സ്കൂളിൽ പോയ കുട്ടി, 14-15 വയസ്സ് പ്രായമുള്ള കുട്ടി MDMAക്ക് അഡിക്റ്റായി അവൻ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ കതക് തുറക്കാൻ മടിക്കുന്ന അമ്മ, ബ്ലാക്ക് ബോർഡിൽ സാരി ഉടുത്ത് എഴുതാൻ പറ്റാത്ത അധ്യാപിക, ക്ലാസ് മുറിയിൽ നിൽക്കുന്ന ടീച്ചറെ കാണുന്നത് മറ്റൊരു കണ്ണോടെയാണ് കുട്ടികൾ. ഈ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ സംജാതമായി. നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചവരല്ലേ. അപ്പോൾ നമ്മളിത് വളരെ ഗൗരവത്തോടെ കണ്ടില്ലെങ്കിൽ ഒരു വലിയ തലമുറ നമുക്ക് നഷ്ടമാകുമെന്ന് മാത്രമല്ല, നമുക്ക് സ്വസ്ഥതയോടെ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയില്ല. ഇന്ന് എന്താ അവസ്ഥ? നമ്മളൊരു വണ്ടി ഓടിച്ച് പൊതുനിരത്തിലൂടെ പോകുന്ന സമയത്ത് ആരെങ്കിലും കാറ് കൊണ്ടുവന്ന് തട്ടിയാൽ നിങ്ങൾ ഡോറ് തുറന്ന് പുറത്തിറങ്ങിയ രാത്രി നേരത്താണെങ്കിൽ ചിലപ്പോൾ അവൻ കൊച്ചു വിച്ചാത്തി കുത്തിക്കളയും. ചിലപ്പോൾ ഗ്ലാസിൻ്റെ മേളിൽ കൂടെ കൈയിട്ട് കുത്തിക്കളയും. അതുകൊണ്ട് നിങ്ങൾ രാത്രിയിലൊക്കെ പോകുമ്പം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞാൽ വണ്ടി ഒന്ന് തട്ടിയാൽ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്യാവൂ. വർക്ക്ഷോപ്പിൽ ചിലവാക്കുന്ന പൈസയെ പോകൂ. അല്ലെങ്കിൽ ചിലപ്പം ചങ്കിനായിരിക്കും, പള്ളയ്ക്ക് അവൻ കുത്തി കീറിക്കളയും ചിലപ്പോൾ. കാര്യം അവനല്ല ചെയ്യുന്നത്. MDMAയുടെ രാസലഹരി പെട്ടുപോയ ഒരാൾ ക്രൂരമായ കൊലപാതകം ചെയ്യുന്നെങ്കിൽ അയാളല്ലത് ചെയ്യുന്നത്. അതുകൊണ്ട് അയാളോട് പ്രതികാരം ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ 2 പ്രശ്നമാണ്. ഒന്ന്, ഉറവിടം തേടി നമ്മൾ നശിപ്പിക്കണം. കേരളത്തിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയി ഈ പാക്കറ്റുകളിലാക്കി ഈ രാസലഹരി കേരളത്തിലേക്ക് കടത്തുന്നവനെ മുഴുവൻ തൃശ്ശൂരിലും പൂജപ്പുരയിലുള്ള സെൻട്രൽ ജയിലിൽ പാർപ്പിക്കണം. നമ്മളെത്രയോ വൃത്തികെട്ടവന്മാരെ ജയിലിൽ പാർപ്പിച്ച് നമ്മുടെ കാശ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നികുതി പണത്തിൽ നിന്നാണല്ലോ ജയിലെല്ലാം സംരക്ഷിക്കുന്നത്. കാപ്പൻ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ അറിയാം. അപ്പോൾ നമ്മൾ കുറച്ച് പൈസയും കൂടെ ചിലവാക്കണം. യവന്മാരെ പുറത്തിറക്കാൻ കൊള്ളത്തില്ല. നമ്മുടെ കോടതികളും നമ്മുടെ പോലീസ് സ്റ്റേഷനും, ഇപ്പോൾ കോടതിയിലൊക്കെ പോയാൽ മിക്ക കേസിനും ജാമ്യം കിട്ടും. പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ പോലീസ് അവർ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇന്നലെയൊക്കെ 2 പോലീസ് ഓഫീസേഴ്സ് പറയുമായിരുന്നു, നിങ്ങളുടെ ഈ യാത്രയ്ക്കൊരു സ്വാധീനം ഉണ്ട് കേട്ടോ, TV യിലെ കാണിക്കുന്നുണ്ടോ. ഞാൻ ചോദിച്ചു എന്താ അതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചാൽ പറഞ്ഞു, പണ്ടൊക്കെ എൻ്റെ മകൻ MDMA ആയിട്ട് ബന്ധമുണ്ടെന്ന് പറയാൻ ഒരു പിതാവ് പോലും ധൈര്യം കാണിച്ചിരുന്നില്ല. ഇപ്പോൾ തുരുതുര സ്റ്റേഷനിലേക്ക് ഫോൺ വരിക, അവിടെ MDMA ഉണ്ട്, ഇവിടെ MDMA ഉണ്ട്, എൻ്റെ വീട്ടിൽ MDMA ഉണ്ട്, വന്ന് പിടിച്ചുകൊണ്ട് പോകണം, ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഇവൻ കയറി കുത്തിക്കളയും എന്നൊക്കെ പറഞ്ഞ് തുരുതുര ഫോൺ വരികയാണെന്നാണ് പറയുന്നത്. നല്ലൊരു സൂചനയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ആളുകൾ അതിനെക്കുറിച്ച് പറയാൻ ധൈര്യപ്പെടുന്നു. എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ യാത്ര 14 ജില്ലകളിലൂടെ കടന്നുപോയി 30 ദിവസം കൊണ്ട് കാസർഗോഡ് അവസാനിക്കും. 30 ദിവസം കൊണ്ട് അവസാനിക്കുമ്പോൾ നമ്മുടെ പോലീസിൻ്റെ ചടുലമായ നീക്കത്തിലൂടെ കേരളത്തിലെ അവസാനത്തെ MDMA വിൽപ്പനക്കാരനും ഈ നാട് വിട്ടുപോകുന്ന അവസ്ഥയുണ്ടാകണം. ഒരാൾ പോലും കേരളത്തിൽ അവശേഷിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അമ്മമാർ ചൂലെടുക്കണം. അമ്മമാരെവിടെയൊക്കെ ചൂലെടുത്തിട്ടുണ്ടോ അവിടെയെല്ലാം അമ്മമാർ വിജയിച്ചിട്ടുണ്ട്. അധ്യാപകർ ചൂരൽ കയ്യിലെടുത്തോളാൻ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ കാലെപ്പോഴും പ്രശ്നം, തെല്ലത്ത് പോയി നിൽക്കും, എപ്പോഴും അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം. അപ്പോൾ ഈ ചൂരൽ കൊണ്ട് അടിക്കണമെന്നല്ല കോടതി പറഞ്ഞത്, ഒരു ചൂരൽ വേണം. ആ ചൂരലും ബാക്കിൽ ഇങ്ങനെ പിടിച്ച് നടക്കുന്ന ആ മാഷ് എന്ന് കേരളത്തിൽ മരിച്ചോ അന്ന് തുടങ്ങി ഈ അപകടം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, രക്ഷകർത്താക്കൾ ഈ സദസ്സിലുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ ചെവിക്കൊന്ന് പിടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒന്ന് ശാസിച്ചതുകൊണ്ടോ അധ്യാപകനെ അന്വേഷിച്ച് നിങ്ങൾ ആരും സ്കൂളിൽ പോകരുത്. വലിയ നാണക്കേടാണ് അത് കേട്ടോ. കാര്യം ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ കൊലപ്പെടുത്താൻ തീരുമാനിക്കില്ല. പിന്നെ നിങ്ങളുടെ കുട്ടിക്ക് എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ മാത്രമേ അവർ ചൂരൽ കഷായമൊക്കെ ചെയ്യൂ. അപ്പം നിങ്ങൾ തിരക്കിപ്പോയി നിന്നെ ഞാൻ കാണിച്ചു തരാടാ, ഞാൻ ആരാന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടോ, ഞാൻ നിന്നെ കോടതി കയറ്റും എന്നൊക്കെ പറഞ്ഞ് സ്കൂൾ വരാന്തയിൽ പോയി വെല്ലുവിളിക്കുന്ന ഒരു പിതാവ് ചെയ്യുന്ന അപകടം എന്താണെന്നറിയാമോ? അധ്യാപകൻ ഒരു പണിയും ചെയ്തില്ലെങ്കിലും 30-ാം ദിവസം കൃത്യമായിട്ട് ശമ്പളം കിട്ടും. ശമ്പളം വാങ്ങിച്ച് തടി കേടാക്കാതെ വീട്ടിൽ പോയി ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ട് സുഖമായിട്ട് മോഹൻലാലിൻ്റെ സിനിമയും കണ്ടിരുന്നാൽ ഒരു കുഴപ്പമില്ലല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇതിലേക്ക് അധ്യാപകരെ തള്ളിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ എന്ന് പള്ളിക്കൂടത്തിൽ ഇത് പറയാൻ കയറിയോ അന്ന് തുടങ്ങി. ഞാൻ നിങ്ങളൊരു കാര്യം കൂടി പറയാം. കോളേജിൽ ഞാൻ ഈ PGക്കൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു വിദ്യാർത്ഥി സമരത്തിൻ്റെ ഭാഗമായിട്ട് കോളേജിലെ ബെല്ലെടുത്തടിച്ചു. എനിക്കായിരുന്നു ആ ജോലി, ബെല്ലടിച്ച് കോളേജ് വിടാൻ. ഞാൻ ബെല്ലടിച്ചു. തൊട്ട് പിറകിൽ പ്രിൻസിപ്പൽ നിൽക്കുന്നത് ഞാൻ കണ്ടില്ല. അതേ എന്നെ ഒരു 70-80 ഇടിയെങ്കിലും ഇടിച്ച് കാണും. തറയിൽ വീണിട്ട് ഇടി നിർത്തിയില്ല. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗിന്നസ് വേൾഡ് റെക്കോർഡായിട്ട് അത് കാണുന്നത്. അത്ര ഇടി അത് ആരും ഇടിച്ചിട്ടില്ല. നീ എൻ്റെ ബെല്ലെടുത്ത് ഇടിക്കാൻ നിനക്ക് എങ്ങനെയാണ് അഹങ്കാരി ധൈര്യം കിട്ടിയെന്ന് ചോദിച്ചാൽ ഇടിച്ചത്.
ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഡയലോഗൊക്കെ ഞാൻ അഭിമാനത്തോടെ ഓർക്കുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പ്രൊഫസറുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഇടിയാണ്. അപ്പോൾ ഇത് കുട്ടികളുടെ പിതാക്കന്മാർക്ക് ഇപ്പോൾ അത് താങ്ങാൻ പറ്റുന്നില്ല. നമ്മൾ വീട്ടിൽ പോയി ഇതുവല്ലം പറയുമോ നമ്മളെ പ്രിൻസിപ്പൽ ഇടിച്ചു എന്ന്? പറയില്ല, കാരണം ബാക്കി ഇടി അവിടുന്ന് കിട്ടും. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ കുറേ മാറണം. നമ്മൾ ഈ കോവിഡിന് ശേഷം നമ്മൾ വല്ലാത്തൊരു അവനവനിസം പാലാ ബസ് സ്റ്റാൻഡിൽ കണ്ടുപോയ ആളുകളെ പോലെയാണ് നമ്മൾ നിൽക്കുന്നത്. എനിക്ക് വണ്ടി കിട്ടിയാൽ ഞാനങ്ങ് പോകും, അത്രയേ ഉള്ളൂ. നമ്മൾ അങ്ങനെ ആകരുത്. നമ്മൾ ശരിക്കും അയൽവാസികളുമായിട്ടൊക്കെ എന്തൊരു ബന്ധമുള്ള ആൾക്കാരായിരുന്നു. നമ്മുടെ ഇവിടെ ചെറുതായിട്ട് ആരെങ്കിലും ഒരു കുട്ടി കരഞ്ഞാൽ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് ജനാല തുറന്ന് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചോദിക്കുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. 4 കിലോമീറ്ററിനുള്ളിൽ ഏതെങ്കിലും വൃത്തികെട്ടവൻ സഞ്ചരിക്കുകയാണെങ്കിൽ നിന്നെ ഇവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ, എന്താ പരിപാടി എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആരെങ്കിലും ചോദിക്കൂ? നമുക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി. നിങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എനിക്കറിയാം. കുട്ടിക്കൊരു അസുഖം വന്നാൽ ആശുപത്രിയിൽ സ്റ്റാൻഡ് ബൈ നിൽക്കാൻ ഒരാളെ കിട്ടത്തില്ല. മരുന്ന് വാങ്ങിക്കുമ്പോൾ കുട്ടിയുടെ അടുത്തേക്ക് ആൾ കാണത്തില്ല. ഇതൊക്കെ നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തിയതാ. നമ്മുടെ അയലത്തുള്ളവർ അയലത്ത് ഒരിക്കലും ഒരു ശത്രുവിനെ വളർത്തരുതെന്ന് വിവരമുള്ളവർ പറയും. എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് വിളിച്ച് ഇങ്ങോട്ടൊന്ന് വരണേന്ന് പറയാൻ ഒരാൾ വേണം അയലത്ത്. നമ്മൾ അവനോട് ചെറിയ ഈഗോ പ്രശ്നത്തിൽ പറ്റുമെങ്കിൽ അവൻ്റെ മതിലൊക്കെ ഒന്ന് മാന്തി വെച്ച് അവൻ്റെ പുരയിടത്തേക്കുന്ന വാഴ മാന്തി ഇപ്പുറത്ത് വെച്ച് അവനെ ആജീവൻ എന്താ ശത്രുവാക്കി അവൻ മരിച്ചെന്ന് കേൾക്കുമ്പോൾ ഓ ഒതകാതെ പോയും ചത്തല്ലോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങി തുടങ്ങിക്കഴിഞ്ഞു. മലയാളി എവിടെ നിന്നാണ് ഈ ഇതൊക്കെ പഠിച്ചു വെച്ചതെന്ന് ഞാൻ ആലോചിക്കും. ഇത്രയും പോകുന്നൊരു ജീവിതം, ഒരു 10-70 കൊല്ലക്കാലം ഈ മണ്ണിലൊരു ക്വാളിറ്റി ലൈഫ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ആ ക്വാളിറ്റി ലൈഫ് ഏറ്റവും ടെൻഷൻ നിറഞ്ഞതാക്കി മാറ്റിയതിൻ്റെ മുഖ്യ ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. നമ്മൾ രാവിലെ നിലക്കണ്ണാടിയൊക്കെ നോക്കി നമ്മളിങ്ങനെ പറയുക ഇയാളൊരു സംഭവം തന്നെയാണ്. നമ്മൾ തന്നെ പറയാം, നമ്മൾ എന്ത് സംഭവം? നല്ല 4 തവണ വയറിളകിയാൽ തീരുന്ന കേസേ ഉള്ളൂ. മെഡിക്കൽ കോളേജിൽ ചില 17-18 തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ഒരു വാർഡുണ്ട്. നിങ്ങൾ അവിടെ പോകണം. കാലും കൈ ഒടിഞ്ഞ് കിടക്കുന്ന മനുഷ്യർ. അവിടെ കൊണ്ട് നിങ്ങൾക്ക് സമാധാനം കിട്ടിയില്ലെങ്കിൽ അവിടെ അപ്പുറത്ത് റീജിയണൽ ക്യാൻസർ സെൻ്ററുണ്ട്. അങ്ങോട്ടൊന്ന് പോയാൽ ജീവിതമേ നഷ്ടപ്പെട്ടു പോയ കുറേ ആൾക്കാരെ കാണാം. നമ്മുടെ ക്യാൻസർ രോഗ വിദഗ്ധനായ ഡോക്ടർ VP ഗംഗാധരൻ അതേ ഈയിടയ്ക്ക് ഒരു പ്രസ്താവന ചെയ്തു. കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. അങ്ങനെ വളരെ സ്വാധീനം ധർമ്മിഷ്ഠനുമാണ്. അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും ഒരു തവണ ക്യാൻസർ വരണേ എന്നുള്ള പ്രാർത്ഥനയില്ല ഞാനെന്ന് പറഞ്ഞു. ഞാനൊന്ന് ഞെട്ടി അങ്ങനെ പ്രസംഗം കേട്ടപ്പോൾ. അങ്ങനത്തെ ഇങ്ങനെ പറയുന്നത് ഒരു ഓങ്കോളജിസ്റ്റ് ഇങ്ങനെ പറയാമോ? അങ്ങനെ പറഞ്ഞെന്തറിയോ? ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും മര്യാദക്കാരും, അവരൊക്കെ നല്ല സ്വാത്വികരാകും, ജെന്റിൽമാൻമാരാകും. നിജോ കാപ്പനൊരു താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നു. ഒരു 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 തവണയെങ്കിലും ജീവിതത്തിൽ ക്യാൻസർ വന്നു പോയാൽ ജീവിതമേ നഷ്ടപ്പെട്ടു പോയി എന്ന് വെച്ചിട്ട് പിന്നെ നമുക്ക് ആരോടൊന്നും കോവിഡ് കാലം അതായിരുന്നല്ലോ. കോവിഡ് കാലത്ത് കൊറോണ എന്ന് പറയുന്ന ഒരു കൃമി കീടം നമ്മുടെ ജീവിതം തകർത്തെറിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു രോഗമില്ലായിരുന്നു. ആശുപത്രികളിലൊന്നും അന്ന് വിൽപ്പനയില്ലായിരുന്നു. ഒരു അസുഖമില്ല നമുക്ക്. ഈ കൊറോണ മരുന്നല്ലാതെ വേറെ സംഭവമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അയലത്തുകാരനോടൊക്കെ നമുക്ക് എന്തൊരു സ്നേഹമായിരുന്നു. കാര്യം നമ്മുടെ ചാക്കാലയ്ക്ക് കുഴിച്ചിട ആൾ വേണമല്ലോ. അതുകൊണ്ട് നമുക്ക് വലിയ കാണുമ്പോൾ മിണ്ടും. 15-20 കൊല്ലത്തിന് ശേഷം തിരുവനന്തപുരത്ത് ഒരു നഗരസഭയുടെ പൈപ്പ് പൊട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ പൈപ്പ് പൊട്ടിയപ്പോൾ 12 കൊല്ലം കഴിഞ്ഞാണ് ഒരു വീട്ടിൽ അപ്പുറത്തെ കിണറുണ്ട്, ഇപ്പുറത്ത് ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളിന് പ്രാഥമിക കർമ്മത്തിന് വെള്ളമില്ല. അയാൾ ബക്കറ്റ് എടുത്തുകൊണ്ട് പെണ്ണുപിള്ള പറഞ്ഞു പോയി വെള്ളം എടുത്തു വേണമെന്ന് പറഞ്ഞു. ആദ്യമായിട്ട് മെമ്പർന്നവർ പറയുന്നത് കേൾക്കാമെന്ന് പറഞ്ഞ് ഈ ബാഗ് എടുത്തുകൊണ്ട് അവിടെ ചെന്നിട്ട് ഇയാൾ ചിലപ്പോൾ നമ്മുടെ ഈ പെണ്ണ് കണക്ക് പോകുമ്പോൾ പേര് ചോദിക്കത്തില്ല. അതുപോലെ 12 കൊല്ലമായി ആ മറ്റേ മനുഷ്യൻ വീടും വെച്ച് അവിടെ താമസിക്കും. എന്തുവാ പേര് എന്ന് ചോദിച്ചു. ഏത് അങ്ങേ വീട്ടുകാരനോട് വെള്ളം എടുത്തിട്ട് വിടും എന്ന് പറഞ്ഞ ഇയാളെ പേര് ചോദിക്കാൻ വന്നേക്കുന്നത് 12 കൊല്ലം കഴിഞ്ഞ് അതുവരെ വേണ്ടിയിട്ടില്ല. ഈ നഗരസഭയുടെ പൈപ്പ് പൊട്ടി പ്രാഥമിക കർമ്മത്തിന് വെള്ളമില്ലാതെ വന്നാൽ മാത്രമേ മലയാളി അയലത്തുകാരനെ അന്വേഷിക്കൂ. എന്താ ചെയ്യുക? ഇതെല്ലാം നമ്മൾ വരുത്തിക്കൂട്ടി വിനയാണ്. അതുകൊണ്ട് നമുക്കിനി ഒരുപാട് സമയമില്ല. ഒരു കണക്കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് വോക്കൽ കോഡൊക്കെ പൊട്ടി ചീത്തയായി തുടങ്ങി. ശബ്ദമൊന്നും കാര്യമായിട്ട് പുറത്തോട്ട് വരുന്നില്ല. ഇപ്പോൾ ആകെ ഈ ശബ്ദം കൊണ്ടായിരുന്നു ഈ 40 കൊല്ലം അടിച്ചത്. അതും കൂടെ പോയി കിട്ടുമെന്ന് സംശയമാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഈ ഒരു പ്രാവശ്യം മാത്രമേ നമ്മുടെ പദയാത്രയുള്ളൂ. ഞാൻ ഈ കാപ്പനെ പോലുള്ള പൊതുപ്രവർത്തകരെ മനസ്സാൽ അങ്ങ് അനുമോദിക്കുക. അപ്പോൾ കാര്യം എന്താ പറയുക, VD സതീശനോട് ഞാൻ തുറന്നു പറയുകയും ചെയ്തു. ഈ കേരളത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു പദയാത്ര നടത്തിയത് എങ്ങനെയപ്പോൾ ഈ 39 ഡിഗ്രി ചൂടിൽ മുക്കിന് പ്രസംഗം ചെയ്വർ യാത്ര നടന്നത്. എൻ്റെ കൂടെ വന്നവരും പറഞ്ഞു ഇത് കടുത്ത പരിപാടിയായിപ്പോയെന്ന് പറഞ്ഞു, വല്ലാത്ത പണിയായിപ്പോയെന്ന് പറഞ്ഞു. കാര്യം AC റൂമിലിരുന്ന് 2 വാർത്ത അടിക്കാൻ വളരെ എളുപ്പമാണ്. ഇറങ്ങി പാലയിലും പട്ടാഭാഗലിക്കലും പട്ടാമ്പിയിലും ഒക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ ഞാനതുകൊണ്ട് പൊതുപ്രവർത്തകരെ കുറച്ചുകൂടെ അംഗീകരിക്കാൻ തീരുമാനിച്ചു. അവരുടെ കപ്പാസിറ്റിയും അവർ കുറച്ചുകൂടെ തൊലിക്കൊക്കെ നല്ല കട്ടിയാണ്. നമ്മുടെ ഇവിടെയൊക്കെ കറുത്തു തുടങ്ങി. ഒരു കാര്യം കൂടി മാത്രം ഞാൻ പറയുന്നു. നമുക്കിനി വെയിറ്റ് ചെയ്യാൻ സമയമില്ല. വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഏകദേശം പോലീസുകാരുടെ ഒരു കണക്കൊക്കെ കിട്ടിയപ്പോൾ ഞാൻ തന്നെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തപ്പോൾ 1 മണിക്കൂറിൽ 10-12 പേര് MDMAക്ക് അഡിക്റ്റായി മാറുന്നുണ്ട്.
അങ്ങനെ വന്നാൽ ഒരു 24 മണിക്കൂർ ഏതാണ്ട് 260 270 കുട്ടികൾ, അതിൽ ചെറിയ കുട്ടികൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഉണ്ട്. 270 പേരെങ്കിലും ഒരു ദിവസം ഇതിന് അഡിക്റ്റ് ആവുകയാണ്. അങ്ങനെ വന്നാൽ ഒരു 30 ദിവസമാകുമ്പോൾ എത്രയാവും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് നമ്മളിനി 1 മണിക്കൂർ പോലും നമുക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല. നമ്മുടെ ചെറിയ കുട്ടികൾ എത്രയോ പ്രതീക്ഷകളുമായി വളർത്തുന്ന കുട്ടികളാണ്. ഒരു വീട്ടിൽ 1.5 കുഞ്ഞുങ്ങളല്ലേ ഇപ്പോൾ ഉള്ളൂ. ഈ കുഞ്ഞുങ്ങൾ ഡോക്ടർ മൻമോഹൻ സിംഗ് മുതൽ നരസിംഹറാവു വരെ എല്ലാം നമ്മൾ ഈ കുഞ്ഞുങ്ങളിലാണ് കാണുന്നത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ നേടാൻ കഴിയാതെ പോയത് മുഴുവനും ഈ കുഞ്ഞ് നേടിത്തരുമെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ ജില്ലാ കളക്ടറാവാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഇവ മിക്കവാറും IAS ആവും എന്ന് ധരിച്ച് കിടക്കുന്ന പിതാക്കന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഈ പിതാക്കന്മാരുടെ സർവ്വ സ്വപ്നങ്ങളും ഇവൻ തകർത്തെറിയും. ഇവൻ തകർത്ത് എറിഞ്ഞു തുടങ്ങിയവൻ. അപ്പം നിങ്ങൾ കാത്തിരിക്കരുത്. ഇതിനകത്ത് എൻ്റെ കുട്ടികളെല്ലാം മിടുക്കരാണ്, തറവാട്ടി പറഞ്ഞ പിള്ളേർ, അച്ഛൻ നല്ല വളർത്തുദോഷമൊന്നും ഇല്ലാതെ വളർത്തിക്കൊണ്ടുവരും, അത് കാര്യമൊന്നുമില്ല. അവൻ സ്കൂളിലും കോളേജിലും പൊതുനിരത്തിലും പോകുന്നെങ്കിൽ അവനെ ഈ കുഴിയിലേക്ക് ചാടിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുക. അപ്പം നമുക്കിത് ആരാണെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് സ്കൂൾ ബാഗ് പരിശോധിക്കണം. വഴിക്കണ്ണുമായി കാത്തിരിക്കാതെ ഇടയ്ക്കിടയ്ക്ക് പള്ളിക്കൂടത്തിൽ പോകണം. സ്കൂളിലെ അധ്യാപകർ 3 പേരടങ്ങുന്നൊരു കമ്മിറ്റി ഓരോ ക്ലാസ് മുറിയിലും ഉണ്ടാക്കണം. മോണിറ്ററും ക്ലാസ് ടീച്ചറും പിന്നെ PTA ഒരാളും. എന്നിട്ട് ഈ കുട്ടികളെ നിരീക്ഷിക്കണം. പെൺകുട്ടികളെ പ്രത്യേകിച്ചും അമ്മമാർ ശ്രദ്ധിക്കണം. ഒരു പെൺകുട്ടിയിൽ ഉണ്ടാകുന്ന ചലനം മുഴുവൻ മനസ്സിലാക്കുന്നത് ഈ ലോകത്ത് അമ്മയ്ക്കാണ്. അമ്മയ്ക്കറിയാം അവൾ എന്ത് മാറ്റമാണ് അവളിൽ വരുന്നത്. അവളുടെ സംസാരത്തിൽ, പ്രകൃതത്തിൽ, അവളുടെ ബോഡി ലാംഗ്വേജിൽ, പെരുമാറ്റത്തിൽ, അവളുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എല്ലാം മാറ്റം വരുന്നു. അതുപോലെ മുറി അടച്ചിട്ട് കുട്ടികൾ നമ്മൾ ഈ ഫോണെല്ലാം അങ്ങ് തുറന്നു കൊടുത്തല്ലോ. അമേരിക്കയിലൊന്നും ഇങ്ങനെ തുറന്നു കൊടുത്തിട്ടില്ല. ഈ സ്മാർട്ട് ഫോൺ വാങ്ങിച്ച് കൈ കൊടുത്തു. മുറി അടച്ച കുട്ടികൾ ഇരിക്കണ്ട എന്ന് കരുതി, ഞാൻ പറഞ്ഞെന്ന് കരുതി നിങ്ങൾ നാളെ രാവിലെ കുട്ടികളോട് ഇനി ഫോണൊന്നും നീ ഉപയോഗിക്കണ്ട, ഫോണെല്ലാം താടാ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ, ഇപ്പോഴത്തെ കുട്ടികൾ വളരെ സെൻസിറ്റീവാണ്. അവരെ നിങ്ങൾ ഡിപ്ലോമാറ്റിക്കായിട്ട് ഡീൽ ചെയ്യണം. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വിവരക്കേട് വിളിച്ചു പറയുമ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി റിയാക്ട് ചെയ്തില്ല. ശ്രദ്ധിച്ചോ നിങ്ങൾ? കാര്യം അങ്ങനെ സൂക്ഷിച്ച് ഡീൽ ചെയ്യണം, വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് ഡീൽ എന്ന് പറയുന്നില്ല. കുട്ടികളെ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് ഡീൽ ചെയ്യണമെന്നുകൊണ്ട് നിങ്ങൾ അവരെ പ്രതികാരത്തോടെ കാണാതെ അവരെ കുറച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. അവരറിയാതെ അവരെ ശ്രദ്ധിക്കുക. സ്കൂളുകളിൽ പോകണം, അധ്യാപകരോട് സംസാരിക്കണം. നമ്മളെ പഴയ കേരളത്തിലേക്ക് നമ്മൾക്ക് മടങ്ങിപ്പോയേ പറ്റൂ. അറ്റ്ലീസ്റ്റ് ഈ പ്രതിസന്ധി കടക്കാനെങ്കിലും. നമുക്കൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഒരാവൽ ശങ്ക എനിക്കുണ്ട്. ഇങ്ങനെ പോയാൽ നമുക്ക് എൻ്റെ കുട്ടികളെല്ലാം കെട്ടിച്ചയച്ചതാ, അതുകൊണ്ട് ഇനി എനിക്കൊന്നും വരാനില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും ധരിക്കുന്നെങ്കിൽ, തെരുവോരത്ത് നിങ്ങൾ ചിലപ്പോൾ കാണുന്നത് ഇവരെ ആയിരിക്കും. MDMAയും കഴിച്ചിട്ട് പട്ടാപ്പകൽ കൊലക്കത്തിയുമായി വരുന്നവനെ ആയിരിക്കും നിങ്ങൾ നടുറോഡിൽ കാണുക. അതുകൊണ്ട് ഈ അപകടം ഒരാൾക്ക് വരില്ല എന്ന് ധരിക്കേണ്ട. ഇത് കൂടിയാൽ ഈ അപകടമാണ്. ഒരു മഹാവിപത്തിൻ്റെ ഒരു വിളംബര യാത്ര പോലെയാണ് ഞാനിതിനെ കാണുന്നത്. വളരെ താമസിച്ചുപോയി, നടപടിയെടുക്കാൻ വളരെ വൈകിപ്പോയി, വളരെ വൈകിപ്പോയി. പക്ഷേ നമ്മൾ അറിഞ്ഞില്ല ഇത്രയും രൂക്ഷമാണ്, ഇത്രയും ആഴത്തിലാണ് ഈ പ്രശ്നമെന്ന്. ഇപ്പോൾ പോലീസ് വളരെ സജീവമാണ്, എക്സൈസ് വളരെ സജീവമാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലീസിനും എക്സൈസിനും ഒരു ലൈസൻസ് കിട്ടിയിരിക്കുക. അടുത്ത 3-4 മാസം കൊണ്ട് ഈ ചേട്ടന്മാരെല്ലാം പൊക്കി അകത്തിടാൻ ഇവർക്ക് ആരോടും ചോദിക്കേണ്ട, ഒരാൾക്കും ശുപാർശ ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും മയക്കുമരുന്ന് ലോബികളുമായി ബന്ധമുള്ള പൊതുപ്രവർത്തകരുണ്ടെങ്കിൽ അവർ ആ പണി മതിയാക്കി വീട്ടിൽ കയറി ഇരിക്കുന്ന ഏറ്റവും നല്ലത്. കാര്യം അവർക്ക് പറ്റിയ കാലാവസ്ഥയല്ലത്. കാരണം കേരളം മുഴുവൻ ഒഴുകി ഒന്നായി ഒരേ ശബ്ദമായി വിളിച്ചു പറയുമ്പോൾ അമ്മമാരുടെ ചൂരിന് പ്രകരമേക്കാതിരിക്കാൻ ഇവർ ഒളിച്ചു കളയുന്നതാണ് നല്ലത്. അതുപോലെ പണം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ പുതിയ തലമുറയുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുന്ന ഈ കർമ്മ പദ്ധതിയിൽ നിന്ന് ഈ വൃത്തികെട്ടവന്മാർ പിന്മാറണമെന്നുകൂടി എനിക്കൊരു അഭിപ്രായമുണ്ട്. എന്തായാലും നിങ്ങൾ ഈ കാണിക്കുന്ന പിന്തുണ ഈ നാടിനെ സംരക്ഷിക്കാനുള്ള പിന്തുണയായിട്ട് വ്യാഖ്യാനിക്കാനാണ് എനിക്ക് താല്പര്യം. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ 40 കൊല്ലവും കടന്ന് എൻ്റെ സ്റ്റുഡിയോയിൽ നിന്ന് വാർത്ത വായിച്ചു വിട്ടാൽ മതി, എൻ്റെ ജീവിതം കഴിഞ്ഞു പോകും. പക്ഷെ ഞാൻ കാണുന്നത് ഈ പുതിയ ജനറേഷൻ, ന്യൂ ജൻ എന്നൊക്കെ പറയുന്ന കൊച്ചു കുട്ടികൾ പോലും ഇത്തരമൊരു മാഫിയ സംഘത്തിൻ്റെ ഇരയാക്കപ്പെടുന്നതിനെതിരെ ശബ്ദിക്കണമെന്ന് തോന്നിയപ്പോഴാണ് ജനങ്ങളോട് നേരിട്ട് പറയണം. പലതും നമുക്ക് ടെലിവിഷൻ സ്ക്രീനിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും അവൻ അടി കൊടുക്കേണ്ട കേസാണ് ടെലിവിഷനിൽ പറഞ്ഞാൽ ഈ പോലീസ് ഓഫീസർക്ക് വേണമെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യാം, അക്രമത്തിൽ പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് അണിചേർന്ന് ഒരേ ശബ്ദത്തിൽ അലറിയടിക്കുന്നൊരു കടലിൻ്റെ തീവ്രതയിൽ നമ്മൾ ശബ്ദമുയർത്തും. നിങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ പള്ളിക്കൂടത്തിലും നിങ്ങളുടെ നാട്ടിലും ഇത് കൃത്യമായി ഫോളോ ചെയ്യണം. ഒരുപക്ഷെ നമുക്കൊരാവശ്യം വന്നാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ഒന്നിച്ച് അസംബ്ലി ചെയ്ത് ഈ സർക്കാരിനോട് വിളിച്ചു പറയും, ഇങ്ങനെയുള്ളവന്മാരെ കയ്യാമം വയ്ക്കാൻ ഒരു നിമിഷം പോലും അമാന്തിച്ചുകൂടാ. ഉറവിടങ്ങളിൽ പോയി യവന്മാരെ തകർത്തെറിയണം. നമ്മുടെ പോലീസ് സേന മിടുക്കരായ പോലീസുകാരാണ്. ഇന്ത്യൻ പോലീസ് സൈന്യത്തിന് അഭിമാനം ഉയർത്തുന്ന പോലീസുകാർ നമ്മുടെ സേനയിലുണ്ട്. അവരോട് ഇടപെടാതിരിക്കാമെങ്കിൽ അവരെ ഏൽപ്പിച്ചാൽ മതി, അധികാരം അവർക്ക് കൊടുത്താൽ മതി.
ഇത്ര ദിവസങ്ങൾക്കകം ഇത് തകർത്തെറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ അവരെറിയും. കുറേ പൈസ കൂടെ കൊടുത്താൽ മതി ട്രാവൽ ചെയ്യാൻ. തീർച്ചയായിട്ടും അവർ ചെയ്തിരിക്കും. ഇപ്പോഴും നമ്മുടെ പോലീസ് സേനയിൽ എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അവരിൽ പല ആളുകളും കളി തുടങ്ങിയിട്ടുണ്ട്. കാര്യം മനോജ് എബ്രഹാം എന്ന് പറഞ്ഞൊരു പോലീസ് ഓഫീസറുണ്ട്, നിങ്ങൾക്കറിയാം, ADGP ആണ് അദ്ദേഹം. കൊച്ചിയിൽ സിറ്റി പോലീസ് കമ്മീഷണറായിരിക്കുമ്പോൾ ഷാഡോ പോലീസിൻ്റെ കരുത്ത് കൂട്ടിയിട്ട് കൊച്ചിയിലുള്ള മുഴുവൻ അധോലോക സംഘത്തെയും വിറപ്പിച്ച് കൂട്ടിലാക്കിയ ആളാണ് അദ്ദേഹം. എനിക്ക് പുള്ളിയെ കാണുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത്, എനിക്ക് അത്ര വ്യക്തിബന്ധമൊന്നും പുള്ളിയോടില്ല, പക്ഷേ ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ അയാളുടെ ഇൻറ്റഗ്രിറ്റി കൊണ്ട് കൊച്ചി നഗരം അവിടെ വേലസി നടന്ന പല അധോലോക നായകന്മാരും വിറച്ചുപോയി മനോജ് എബ്രഹാമിൻ്റെ പെരുമാറ്റത്തിൽ. അങ്ങനെയുള്ള ഓഫീസേഴ്സ് നമുക്കുണ്ട്, അവരെ ഏൽപ്പിക്കണം ഈ പണി. കാരണം കേരളം, നമ്മൾ മനുഷ്യാവകാശം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കേരളം കഴുത്തറ്റം മുങ്ങി അപകടത്തിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ രക്ഷകനായി വരുന്നത് ചിലപ്പം നേരിയുള്ള പോലീസ് ഓഫീസേഴ്സായിരിക്കും. അവരെ ഏൽപ്പിച്ചു കൊടുക്കട്ടെ, അവരെ ഏൽപ്പിച്ചു കൊടുക്കണം. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ കാണിച്ച സ്നേഹത്തിന് നന്ദി. വീണ്ടും കാണാം.